ഉണ്ടാക്കാൻ പോകുന്ന മീൻ അച്ചാറാണ്. അതിനുവേണ്ടി നമ്മൾ 3 കിലോ കേരമീനാണ് വാങ്ങിച്ചേക്കുന്നത്. അത് നമ്മൾ കഴുകി വൃത്തിയാക്കി തോരൻ വെച്ചിരുന്നു. അത് തോർന്നത് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും വെച്ച് പുരട്ടി നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെന്ന് ആ ഒരു ഭാഗമാണ് ഇത്. പിന്നെ അതിനുവേണ്ടി നമ്മൾ ചേർത്തേക്കുന്നത് 1/4 കിലോ വെളുത്തുള്ളിയാണ്. 1/4 കിലോ വെളുത്തുള്ളി നമ്മൾ പൊളിച്ചിട്ട് വലിയ കഷ്ണമൊക്കെ 2 പീസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 1/4 കിലോ ഇഞ്ചി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ നമ്മൾ ഈ വലുപ്പത്തിൽ അരിയണം, അല്ലെങ്കിൽ തീരെ ചെറുതായി പോയാൽ നമുക്കത് കരിഞ്ഞു പോകും. പിന്നെ കുറച്ച് കറിവേപ്പിലയുണ്ട്. പിന്നെ ഒരു 10 വെള്ള മുളകാണ് നമ്മൾ ചേർത്തേക്കുന്നത്, കാന്താരി. പിന്നെ കുറച്ച് ഉപ്പ്, കാശ്മീരി മുളക്, സാധാരണ മുളക് പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി എല്ലാം. നമ്മളിപ്പോൾ നല്ലെണ്ണയ്ക്കകത്തിലാണ് ഇത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കിത് ഫ്രൈ ചെയ്യാം. ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നല്ലെണ്ണയാണ് ഇത് വറുക്കാനായിട്ട് എടുക്കുന്നത്. നല്ലെണ്ണയ്ക്കകത്ത് വറുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ നാൾ കേടാകാതിരിക്കും. നമ്മൾ വെളിച്ചെണ്ണയൊക്കെ എടുക്കുവാണ്ട് അത് കുറച്ച് കനപ്പാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നല്ലെണ്ണയ്ക്കകത്ത് ഇത് ഫ്രൈ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നല്ലെണ്ണ നന്നായിട്ട് തിളച്ചിട്ട് വേണം നമ്മൾ ഈ മീനിന്റെ പീസുകളൊക്കെ എടുത്തിടാനായിട്ട്. ചൂടാവട്ടെ. നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് പീസ് ഇങ്ങനെ വാരിയിട്ട് നോക്കുകയാണ്. നമ്മൾ ഇച്ചിരി വെതറി വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ ഇതിപ്പോൾ കട്ട പിടിക്കും. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി വെതറി വേണം ഇടാനായിട്ട്. നമ്മളിത് ഇട്ട് കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് കഴിയാതെ ഇളക്കില്ല. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇതിൻ്റെ മസാലയൊക്കെ നമ്മൾ ചേർത്തൊക്കെ അങ്ങ് പോകും. നമ്മൾ എപ്പോഴും ഇളക്കി ഇത് പൊടിയാനും സാധ്യത. അതുകൊണ്ട് ഒരു 2-3 മിനിറ്റ് നമ്മളിത് കിടന്നിട്ട് വേണം നമ്മളിത് ഇളക്കാനായിട്ട്. നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണേ. അപ്പം നമ്മൾ കുറേശ്ശെ ഇട്ടാണേ, കാരണം എണ്ണ ബാക്കി നമുക്ക് എന്തിനാ ഇനി അത് ബാക്കി അച്ചാറാക്കാനും വേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ എണ്ണയ്ക്കകത്തിലാണ് ഇത് ഫ്രൈ ആക്കുന്നത്. ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. നമ്മുടെ മീനെല്ലാം ഇപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് കോരി എടുക്കുകയാണ്. ഫ്രൈ ആയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി. നമുക്കിനി ഇതിന്റെ കുറച്ച് എണ്ണ ബാക്കി ഊറ്റി ഒരു പാത്രത്തിലോട്ട് വെക്കണം. ഇത്ര എണ്ണ വേണ്ട നമുക്ക് മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റിയെടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ കുറച്ച് എണ്ണ ഇതിൽ നിന്ന് മാറ്റുവാണേ. എന്നിട്ട് നമുക്ക് ചൂടായിട്ടുണ്ട്. അപ്പൊ ഇച്ചിരി കടുക് ഇട്ട് പൊട്ടിക്കുവാണേ. ശകലം കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഉലുവ ഇടണം. ഒരു 1/2 സ്പൂൺ ഉലുവ മതി. അത് സ്പൂൺ ഉലുവായും കൂടെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി നമ്മൾ ഇടുവാണേ. കൂടുതൽ നമ്മൾ വെളുത്തുള്ളിയും കൂടെ ഇടുവാണേ. ഇത് നമുക്ക് കരിയാപ്പില ഇച്ചിരി മൂത്ത് കഴിഞ്ഞിട്ടാൽ ഇതങ്ങ് കരിഞ്ഞു പോകും. അതൊക്കെ ഇനി ഇച്ചിരി ഉപ്പ് ഇതിനോട് ചേർക്കണം. നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും ചേർക്കണം. നമ്മൾ ഒരു 6 പച്ചമുളക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെള്ള മുളകാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്. അത് ഇച്ചിരി വലിയ പീസ്. അതെ, ഈ ഇത്രയും വലുപ്പത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്നത്. അച്ചാറായതുകൊണ്ട് നമുക്ക് ആ വലുപ്പത്തിൽ വേണം. ഇനി ഒരു ശകലം ഉപ്പ് കൂടി ചേർക്കാം. കാരണം ഉപ്പ് നമ്മൾ കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഇപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഉപ്പാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ഇത് 5-6 മിനിറ്റ് നല്ലതായിട്ടൊന്ന് ഇത് വഴറ്റിയെടുക്കണം. ഇച്ചിരി കളറ് വരണം. അപ്പം അതുവരെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് പകുതി മൂപ്പാകുമ്പോൾ നമുക്ക് കരിവേപ്പില ചേർത്താൽ മതി. എല്ലാം മൊത്തം കരിഞ്ഞു പോകും. അപ്പം നമുക്ക് ലോ ഫ്ലെയിമിൽ വേണം നമുക്കിത് വഴറ്റിയെടുക്കാനായിട്ട്. ഇത് ഒത്തിരി അങ്ങ് കരിഞ്ഞും പോകണ്ട. ഇത് കുറച്ച് ഇപ്പം മൂത്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇപ്പൊ കരിവേപ്പിലയും കൂടി ഇടാം. എന്നാന്ന് വെച്ചാൽ ആദ്യമേ ഇട്ട കരിവേപ്പിലൊക്കെ ഇച്ചിരി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വഴറ്റി കഴിഞ്ഞ് ഈ കരിവേപ്പില ഇടുന്നത്. ഇനി ഇത് ഇച്ചിരി ഒരു 2-3 മിനിറ്റ് കൂടെ വേണം. ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട. ഇച്ചിരി ഒന്ന് വഴറ്റിട്ട് നമ്മുടെ ഈ വെളുത്തുള്ളി എല്ലാം ഇപ്പൊ നന്നായിട്ട് ഇഞ്ചി നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മൂക്കേണ്ട ആവശ്യമില്ല. ഈ പരുവ് മതി. കണ്ടോ, ഇത് മതി. നമുക്കിനി ലോ ഫ്ലെയിം ആക്കിയിട്ട് വേണം ബാക്കിയുള്ള ഈ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതൊന്ന് കരിഞ്ഞു പോകും. അപ്പം നമ്മളിപ്പോൾ ചേർക്കുന്നത് ഒരു 5 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണേ. ഒരു 5 ടീസ്പൂൺ സാധാരണ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മളൊരു ശകലം ഉലുവാപ്പൊടിയാണ് ചേർക്കുന്നത്. ഒത്തിരി ചേർത്തത് കയ്പ്പ് വരും. നമ്മൾ ശകലേ ചേർക്കുന്നുള്ളേ. കുറച്ച് കായപ്പൊടി നമ്മൾ മുമ്പ് എടുത്ത് വെച്ചിരുന്നത് അതും ചേർക്കുന്നുണ്ട്. ഒരു ലേശം ഉപ്പും ചേർക്കുന്നുണ്ട്. നമ്മൾ ഉപ്പ് കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നേ. ഇനി ഇത് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കാം.
ഉണ്ടായിരുന്നു. ഇതിലോട്ട് നമ്മൾ ഇടുവാണേ. ഫിഷ് ഫ്രൈ എല്ലാം ഇതിനകത്തിട്ട് ഇപ്പൊ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. നമ്മൾ ഇനി ഒരു 200 ഗ്രാം വിനാഗിരിയാണ് ഇതിന് ചേർക്കുന്നത്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്നുകൂടെ ഒന്ന് ചൂടാകണം. അപ്പൊ നമ്മൾ വിനാഗിരി ചേർത്തിട്ട് ഇതൊന്നുകൂടി ചൂടാകണം. ചൂടാക്കിയിട്ട് നമുക്ക് ഇതിന്റെ പണി കഴിഞ്ഞു. ഇത് ഓഫാക്കാം. നമ്മൾ ഈ മീനൊക്കെ വറക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം വറക്കാനായിട്ട്. എന്തെന്ന് വെച്ചാൽ ഇത് അകം ഒന്ന് വേകുകയും വേണം. ഒത്തിരി തീ കൂടി വെച്ചാൽ അത് കരിഞ്ഞു പോകും. പിന്നെ എപ്പോഴും നമ്മൾ നല്ലെണ്ണയ്ക്കകത്ത് വേണം മീനിന്റെ ഒക്കെ അച്ചാർ വയ്ക്കാനായിട്ട്. കുറച്ച് നാള് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യണം. അപ്പൊ താങ്ക് യു. അടുത്ത വീഡിയോ ഉടനെ വരുന്നതാണ്. ഓക്കെ.